നമ്മുടെ കുടുംബത്തെ ഭക്ഷിപ്പിക്കുക എന്നത്, നമ്മുടെ ഭാര്യയെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് അതും സ്വതക്കയാണ്. സ്വതക്ക എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കൽ മാത്രമല്ല സ്വതക്ക. ഇദാ അൻഫഖ അർറജുലു അലാ അഹ്ലിഹി യഹ്തസിബുഹാ ഫഹുവ ലഹു സ്വതക്ക. ഒരാൾ അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് തൻ്റെ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതും അയാൾക്ക് സ്വതക്കയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങി കൊടുക്കണ്ടെങ്കിൽ നമ്മുടെ ബാധ്യതയാണ് എന്നത് അപ്പുറം അത് നമുക്കൊരു വലിയ പ്രതിഫലം ലഭിക്കാനുള്ള വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നബി പറഞ്ഞു, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യിഅ മൻ യഖൂത്. താൻ ചെലവിന് കൊടുക്കേണ്ടവരെ ചെലവിന് കൊടുക്കാതെ പട്ടിണിക്കിടൽ ഒരാൾക്ക് പാപമായിട്ട് മതി എന്നാണ്. ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ നമ്മള് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നു, അവളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കുന്നു, എന്നിട്ട് പിന്നെ മടിയന്മാരായി ജോലിക്ക് പോകാതെ അങ്ങനെ കഴിച്ചുകൂട്ടാൻ നമുക്ക് പാടില്ല. സ്വാഭാവികമായി കച്ചവടത്തിൽ തകർച്ച വരാം, ഉള്ള ജോലി പോകാം, അതൊക്കെ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. എന്നാൽ വെറുതെ ഇരിക്കുകയും അധ്വാനിക്കാതെ ആരെങ്കിലൊക്കെ തരുമെന്ന് കരുതി മറ്റുള്ളവരുടെ കയ്യിലുള്ളത് ഇങ്ങനെ പ്രതീക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വിശ്വാസിക്കുണ്ടാകരുത്.